ഇന്ന് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ടീമുകൾ അർജന്റീനയും ഫ്രാൻസുമാണ്. പിന്നെ നെയ്മറൊക്കെ തീർന്നിട്ട് കാലം കുറേയായി. നെയ്മർ ഇപ്പോൾ പഴയ നെയ്മർ ഒന്നുമല്ല. പഴയതുപോലെ തോൽക്കാനല്ല ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്, ജയിക്കാൻ ഉറച്ചു തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഈ കളി ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. കെൻഡോ ഷിയോഗ എന്ന ജപ്പാൻ താരം ഇങ്ങനെ പറയുകയാണ്. ഇയാളുടെ വാക്കുകൾ എത്രയോ ശരിയാകുമെന്ന് ആദ്യ പകുതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ബ്രസീൽ ഒരു ഗോളിന് പിന്നിലായിരുന്നപ്പോൾ എതിരാളികൾ കൂവി വിളിക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു. ഒരു ഏഷ്യൻ ടീമിനോടാണോ നിങ്ങൾ തോൽക്കാൻ പോകുന്നതെന്ന്. എന്നാൽ കെൻഡോ ഷിയോഗ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇത് പഴയ ബ്രസീലല്ല എന്ന്. അതുപോലെ തന്നെ ബ്രസീൽ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഏത് സാഹചര്യത്തിൽ എങ്ങനെ കളിക്കാമെന്ന് ഡോൺ കാർലോയുടെ ബ്രസീലിനറിയാം. ഇത് ശരി തന്നെയല്ലേ? ജപ്പാൻ താരങ്ങളുടെ ഹൈറ്റ് കണ്ടുകൊണ്ട് തന്നെ കാർലോ ബ്രസീൽ താരങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരിക്കും: ബോക്സിലോട്ട് ക്രോസുകൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് അനുകൂലമായി എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. അതെ, പറഞ്ഞത് എത്രയോ ശരിയായിരിക്കാം. പന്തിനെ കർവ് ചെയ്തുകൊണ്ട് ബോക്സിലോട്ട് ഗബ്രിയലിൻ്റെ വക ഒരു ക്രോസ് വരുന്നു. ജപ്പാൻ താരത്തിന് നോക്കി നിൽക്കാനേ സാധിച്ചതുള്ളൂ. അപ്പോഴേക്കും കാസിംബായി വന്ന് ഹെഡ് ചെയ്തു. അതെ, ബ്രസീൽ 1-1 എന്ന സ്കോറിലോട്ട് വരികയാണ്. കാർലോയുടെ പ്ലാൻ അവിടെ വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കളിച്ച ബ്രസീലല്ല സെക്കൻഡ് ഹാഫിൽ കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. 95-ാം മിനിറ്റിൽ ഗെയ്മറസ് വെച്ച് കൊടുത്ത പന്തിനെ മാർട്ടിനലി ഫസ്റ്റ് ടൈം ഷോട്ട് ചെയ്യുന്നു. സുസുക്കിയെയും മറികടന്നുകൊണ്ട് പന്ത് പോസ്റ്റിലോട്ട് പോവുകയാണ്. ഈ ഒരു ഗോൾ നമ്മൾ എപ്പോഴോ പ്രതീക്ഷിച്ചതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്തു. ഭാഗ്യം കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ജപ്പാൻ 2 ഗോൾ വാങ്ങിയത്. സുസുക്കി ഇല്ലായിരുന്നെങ്കിൽ അവർ 3-4 ഗോൾ വാങ്ങിയിരുന്നു. ജപ്പാൻ പിയച്ചത് ഒരു സ്ഥലത്ത് മാത്രമാണ്. കെൻഡോ ഷിയോഗ വെല്ലുവിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കാമായിരുന്നു. അതെ, എന്നത്തെയും പോലെയുള്ള ബ്രസീലല്ല ഇത്. ബ്രസീൽ വന്നത് വേൾഡ് കപ്പ് തൂക്കാനാണ്. അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ബ്രസീൽ ആരാധകർക്ക് ഏറ്റവും നിരാശപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല. കളിക്കളത്തിൽ ഇന്നലെ നെയ്മർ ഉണ്ടായിരുന്നില്ല. അയാളുടെ വിസ്മയം കാണാൻ കൊതിക്കുകയായിരുന്നു. അടുത്ത മത്സരത്തിൽ അയാൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ 1 ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.